വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ആശുപത്രിയിൽ കയറി ഇറങ്ങുകയാണ്. 2 പേർക്കും പനിയാണ്. അപ്പം പനിക്ക് വേണ്ടി ഞങ്ങൾ ESI ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങാൻ വന്നേക്കുവാണ്. മരുന്നെല്ലാം മേടിച്ച് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേന് ഇപ്പുറത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇത് കണ്ടപ്പോഴത്തേന് മാളുവിന് അവിടെ കയറണമെന്ന് പറഞ്ഞ് ചെറിയ പാർക്ക് പോലെ. അവിടെ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി നേരം നിന്നില്ല, പനിയല്ലേ ഒന്നാമതെ. പിന്നെ പെട്ടെന്ന് ഇപ്പുറത്ത് വന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴത്തേന് ഇതുപോലത്തെ കളിക്കുന്ന സാധനമൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ കഴിക്കാനൊക്കെ കയറിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. കഴിക്കാൻ കയറിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ ഒരു ഷോർട്ട് കട്ട് ചാടി വീട്ടിലോട്ട് ഇറങ്ങി പോവാണേ. അന്നേരം മാളുവിൻ്റെ അപ്പ ഇങ്ങനെ തോളയിലിട്ടിരുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് ഉത്സവമൊക്കെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ ഇരുത്തിക്കൊണ്ടല്ലേ നമ്മുടെ അച്ഛന്മാർ നമ്മളെ കൊണ്ടുപോകുന്നത്, അതൊക്കെ ഞാൻ പറയുമായിരുന്നു. പിന്നീട് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പനിയെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകുന്നു. ഡെൻ്റൽ കോളേജിൽ മാളുവിൻ്റെ പല്ലിൻ്റെ ചെയ്യാൻ അടുത്ത ഡേറ്റ് കിട്ടിയായിരുന്നു. ഈ പല്ലിൻ്റെ ചെയ്ത് മാളു ഒരു ഇതായി 4 പല്ലാണ് ചെയ്യാനുള്ള. ഇപ്പം 3ാമത്തെ പല്ലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ചേട്ടായിക്കും പല്ലുവേദനയാണ്, ഡോക്ടറെ കാണിക്കണമെന്ന്. പിന്നെ ഇവിടെയും പിള്ളേർക്ക് കളിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഈ വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ വണ്ടിയിൽ നിന്ന് ഭയങ്കര കളിയായിരുന്നു. പിന്നെ മാളുവിൻ്റെ പല്ലിൻ്റെത് അതാണെങ്കിൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ പോയി എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഇടയ്ക്ക് വന്നതാണേ. ഇതിൻ്റെ പുറകെ ആണെങ്കിൽ നടന്ന് മടുത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാളുവിന് അപ്പടി വേദനയാണ്. ഈ പ്രായത്തിൽ പല്ല് പറിക്കാൻ പറ്റില്ല. അപ്പോൾ ചില അണപ്പല്ലുകൾ ഡോക്ടർ പറഞ്ഞത് പറയത്തില്ലാത്ത പല്ലാന്നാണ്, പറഞ്ഞു പോകത്തില്ലാത്ത. അപ്പം അതുവരെ മാളുവിന് കഴിക്കണ്ടേ. അപ്പം അതുവരെ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ക്ലീൻ ചെയ്ത് അടയ്ക്കുക. ഒട്ടും ക്ലീൻ ചെയ്തിട്ട് നിൽക്കാത്ത പല്ലിൻ്റെ മേളിൽ കൂടെ വെള്ളിപ്പല്ല് വേറെ പല്ല് ഇറക്കി വെക്കുക. ഒരു പല്ലേ ഇറക്കി വെച്ചിട്ടുള്ളൂ, ബാക്കി 3 എണ്ണവും തൽക്കാലത്തേന് ക്ലീൻ ചെയ്ത് അടച്ച് വെക്കാമെന്നാണ് പറഞ്ഞത്. ഇനി അഥവാ അടച്ചിട്ടും നിൽക്കുന്നില്ലെങ്കിൽ ഇതുപോലെ പല്ല് വീണ്ടും വയ്ക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ദാണ്ടെ ഇവിടെ മീനൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ഇവിടെ വരുമ്പോൾ പിള്ളേർക്ക് എന്നാളും ആ ചെയ്യുമ്പോൾ ഉള്ള വേദനയുള്ളൂ. പിന്നെ പുറത്തോട്ടിറങ്ങിയാൽ ഈ മീനെ കണ്ടാലും അവരുടെ സങ്കടം മാറും. പിന്നെ കളിക്കുന്ന സാധനം മാളുവിന് എത്ര വേദനയാണെങ്കിലും മാളുവിനെ കളിക്കുന്ന ഓരോന്നിലും കയറണം. ഇവിടെ വന്നാൽ ഡോക്ടറെ കാണാൻ ഉത്സാഹമില്ല, കളിക്കുന്നിടത്ത് പോകണമെന്നാണ് പറയുന്നത്. അങ്ങനെ വേണ്ട മരുന്നെല്ലാം മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോഴത്തേനും 2 പേർക്കും കളിപ്പാട്ടമൊക്കെ മേടിച്ചായിരുന്നു. അതെല്ലാം ബസ്സിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഒന്നുകൂടി വന്നു. മാളുവിന് വേദന, നീര് കൂടുമായിരുന്നേ. കാരണം ആ മരപ്പിക്കാൻ ഇഞ്ചക്ഷൻ എടുത്തില്ലായിരുന്നു. അവിടെ മാളു തന്നെ കടിച്ച് ഇച്ചിരി കൂടി മുറിവാക്കി. അപ്പം അതിനാൽ നീര് വെച്ചേക്കാണ്. അപ്പം അതിന് വേണ്ടി മരുന്ന് വാങ്ങാൻ വന്നതാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.